ഹായ് അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്ന് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ഇന്ന് എനിക്ക് കുറച്ച് ജോലി ഉണ്ടായിനും, വീട്ടിലും ഉണ്ടായിനും, അതേപോലെ തന്നെ നമ്മളെ ഷോപ്പിലും ഉണ്ടായിനും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ആണ് കേട്ടോ പിന്നെ കിച്ചൺ കോടി വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചോറ് ഞാൻ രാവിലെ പോയപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഞാൻ. അപ്പോൾ ഒരു 12 മണി ആയിട്ടാണ് കേട്ടോ ഞാൻ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പം നമുക്ക് ചോറിന് കൂട്ടാൻ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇതേപോലെ വഴുകിയൊക്കെ കൂട്ടാനൊക്കെ ഉണ്ടാക്കുമ്പോഴേ എന്താ ഉണ്ടാക്കാമെന്ന് അറിയില്ല ചില സമയത്തിൽ നമുക്ക്. അപ്പോൾ കുറച്ച് ചെറിയ ഉള്ളി, അതേപോലെ തന്നെ ഉണക്കമുളകൊക്കെ കുറച്ച് കയ്യിലുണ്ടെന്നുണ്ടെങ്കിലേ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കൂട്ടാൻ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. കൂട്ടാൻ പറഞ്ഞാൽ ചമ്മന്തിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെറിയ ഉള്ളി ഞാൻ മഞ്ഞമുളക് കൊണ്ട് തൊലിയൊക്കെ കളയിപ്പിച്ച് വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ അത് ഞാൻ കഴുകിയാണ്ടതാ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ ചമ്മന്തി വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. അതേപോലെ ഉണക്കമുളക് ഇത് ഞാൻ കഴുകി ഉണക്കി വെച്ചതാട്ടോ. അത് നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുമ്പം വറ്റൽമുളക് ചേർത്ത് കൊടുക്കുമല്ലോ, അതിന് വേണ്ടിയിട്ട് അങ്ങനെ എടുത്ത് വെക്കണതാണ്. അപ്പോൾ ഇതിന്ന് കുറച്ച് മുളക് കൊടുത്തിട്ടുണ്ട്, ഒരു 10-12 മുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ടേ നല്ല അടിപൊളി ചമ്മന്തി ഉണ്ടാക്കുക. അപ്പോൾ ഈ ചമ്മന്തി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇതാ 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നമുക്കിതിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ചെറിയ ഉള്ളി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എത്ര ചമ്മന്തി വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം ഉണ്ട്, നമുക്ക് വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടായിന് കേട്ടോ. സവാള എടുക്കരുത്, ചെറിയ ഉള്ളി തന്നെ എടുക്കണം. അപ്പോൾ ഇത് എൻ്റെ അമ്മ ഉണ്ടാക്കിയ റെസിപ്പിയാണ് കേട്ടോ. അമ്മ ചോറിനൊന്നും കൂട്ടാനൊക്കെ ഇല്ലാത്ത സമയത്ത് ഇങ്ങനത്തെ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി തന്നീനി ഞങ്ങൾക്ക്. അപ്പം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓടിയത് ഇതാണ് കേട്ടോ. മുട്ട ഉണ്ട് ഇവിടെ, അതേപോലെ തന്നെ ചെറിയ ഉള്ളിയൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എന്നും ബീഫ് തന്നെയല്ലേ, അപ്പം അങ്ങനെ ബീഫ് കഴിക്കാനൊന്നും ഒരു മൂഡില്ല. പിന്നെ അതേപോലെ ഇനിയിപ്പോൾ മീനൊക്കെ വാങ്ങിക്കൊണ്ടിരുന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ പോകണം. അപ്പോൾ പിന്നെ മടിച്ചിട്ട് ഇന്ന് ഇതാക്കുക കൂട്ടാനെന്ന് വിചാരിച്ചിട്ട്. പിന്നെ സമയം വൈകിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഞാനിതൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ആ എണ്ണയ്ക്ക് തന്നെ നമ്മൾ എടുത്തു വെച്ച ആ ഉണക്കമുളക് ഉണ്ടല്ലോ, അത് വൈക്കിട്ടിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. 12 13 ഒക്കെ ഉണ്ട് കേട്ടോ, ഞാൻ കറക്റ്റായിട്ട് എണ്ണയിട്ടില്ല. പിന്നെ പിരിയമുളക് ഒരു 3-4 ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ചമ്മന്തിക്ക് നല്ല കളറൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ പിരിയമുളകൊന്നും ചേർത്തിട്ടില്ല കേട്ടോ, ഈ ഉണക്കമുളക് തന്നെയാണ് ചേർത്തിക്കുന്നത്. ഇത് ഞാൻ ഇതിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ അടുപ്പത്താണ് നമ്മൾ ചോറൊക്കെ വെച്ചിക്കണമെന്നുണ്ടെങ്കിൽ അടുപ്പിൽ കനലുണ്ടാവുമല്ലോ, ആ കനലിലിട്ടിട്ട് ചുട്ടെടുത്താലും മതി കേട്ടോ. നിമ്മയൊക്കെ പറയൽ ഉള്ളി മുളകും തിരുമ്മിയതെന്നാണ് കേട്ടോ. എന്താ ചമ്മന്തി നല്ല ഉള്ളി മുളകും തിരുമ്മിയത് അങ്ങനെയാണ് പറയലും. അപ്പോൾ എന്തായാലും നമുക്കിത് ഉണ്ടാക്കാം. അപ്പോൾ ഇതാ നമ്മളെ മുളക് ഞാൻ ഇട്ടിട്ട് ഈ എണ്ണയിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇത് അതേപോലെ കളറ് മാറി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. കരിയാതെ നോക്കണം കേട്ടോ, കരിഞ്ഞാൽ പിന്നെ ടേസ്റ്റ് മാറും. അപ്പോൾ ഞാനിത് ആ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. നമ്മളെ ഇടികല്ലിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. എന്താ അമ്മി ഉണ്ടെങ്കിൽ അമ്മിയും ഇട്ടുകൊണ്ട് അരച്ചെടുത്താലും മതി. മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നമ്മൾ അരച്ചെടുക്കണക്കാട്ടിൽ നല്ലത്. ഇതേപോലെ ഇങ്ങനത്തെ കല്ലുണ്ടെങ്കിൽ ഇതിട്ടിട്ട് ചതച്ചെടുക്കുക കേട്ടോ നല്ലത്. ഇനി നമുക്കിതേ കല്ലുകൊണ്ട് നല്ലോണം ഒന്ന് ചതച്ചെടുക്കുക. അപ്പോൾ അടിയിലൊരു ടവൽ വെച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. നമ്മൾ കൗണ്ടർ ടോപ്പുമ്പോൾ ഇട്ടിട്ടല്ലേ ചെയ്യുന്നത്. അപ്പോൾ നല്ലോണം ഭാരം കിട്ടി ചെല്ലണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നല്ലോണം ഇങ്ങോട്ട് പൊടിച്ചെടുക്കണ്ട, ജസ്റ്റ് ആ ഒരു മുളകിൻ്റെ കുരുവൊക്കെ പുറത്ത് വന്ന് ഒരു തരിതരിയുള്ള രൂപത്തിൽ കേട്ടോ. മിക്സിയിലാവുമ്പോൾ നല്ലോണം അങ്ങോട്ട് അരയും ചിലപ്പം. അപ്പോൾ അങ്ങനെയല്ല വേണ്ടത്. ഇതേപോലെ നമുക്കിങ്ങനെ കുത്തിയെടുക്കാം. നാമ്മിമ്മൽ അരച്ച ചമ്മന്തിൻ്റെ പോലെ ഉണ്ടാവും. എപ്പോഴും നമുക്ക് ഇറച്ചി മീനൊന്നും ഉണ്ടാവില്ലല്ലോ, അങ്ങനെ ഒന്നും ഇല്ലാത്ത സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പി കേട്ടോ. അതേപോലെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തയക്കാം. കുട്ടികൾക്ക് ചിലപ്പം കുറച്ച് എരിവ് കൂടും കേട്ടോ. അപ്പോൾ മുളകിൻ്റെ എണ്ണം കുറച്ചാൽ മതി കുട്ടികൾക്കും കൂടെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതാട്ടോ ഞാനിത് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗൾക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് കേട്ടോ കിട്ടേണ്ടത്. ഇടയ്ക്കൊക്കെ കുറച്ച് വലിയ പീസൊക്കെ ഉണ്ട്, അതൊന്നും കുഴപ്പമില്ല കേട്ടോ. ഇനി മുളക് ഇതൊന്ന് മാറ്റിയിട്ട് പിന്നെ നമ്മൾ ചെറിയ ഉള്ളി എണ്ണയിലിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ടല്ലോ, അതും കൂടെ അതേപോലെ ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഇതാ നമുക്കിനി ആ ഒരു ഉള്ളിയും കൂടെ ഇതിലിട്ടിട്ടൊന്ന് ചതച്ചെടുക്കുക. ഉള്ളി നമ്മൾ വഴറ്റിയെടുക്കുന്ന സമയത്ത് കുറേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. വെളിച്ചെണ്ണ കൂടുതൽ ഒഴിച്ചാൽ ഇത് നമ്മൾ ചതച്ചെടുക്കുന്ന സമയത്ത് ഇങ്ങനെ മിനുസാവും. അപ്പം അതിങ്ങനെ തെന്നിപ്പോരും കേട്ടോ. അപ്പോൾ അതിലാറ് നല്ലത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വഴറ്റിയെടുക്കുകയാണ്, എന്നാൽ പെട്ടെന്നുണ്ട് ചതച്ചെടുക്കാൻ. അപ്പോൾ ഇതാ ഉള്ളി ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് ഞാൻ ഈ ഒരു മുളക് ചതച്ചേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല. ഉള്ളി ചതച്ചെടുത്തപ്പം ഉപ്പ് ചേർക്കുകയാണെങ്കിലും അങ്ങനെ ചേർത്താലും മതി. ഇപ്പോഴാണ് കേട്ടോ ഉപ്പ് ചേർത്തത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാൻ കുറച്ച് പുളി വെള്ളത്തിലിട്ട് പുളി പിഴിഞ്ഞ് അരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിങ്ങനെ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം
അപ്പോൾ നമുക്ക് ഇത് മാത്രം മതിട്ട് ചോറ് കഴിക്കാൻ. ഇതിൻ്റെ കൂടെ വേറെ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ചോറ് കഴിക്കാൻ പറ്റും. കാരണം എരിവും ഉണ്ട്, പുളിയുണ്ട്, പിന്നെ അതേപോലെ ഇടയ്ക്ക് ആ ചെറിയ ഉള്ളി ഇങ്ങനെ ഒന്ന് കടിക്കും ചെയ്യുമ്പോഴേ നല്ല ടേസ്റ്റാട്ടോ. ചില ആൾക്കാരൊക്കെ ഇത് ഉണ്ടാക്കുന്ന റെസിപ്പി തന്നെ ആവും, നമ്മളമ്മമാരൊക്കെ ഉണ്ടാക്കി തന്നീന റെസിപ്പിയാണ്. അപ്പം ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇതാട്ടോ ഇത് നല്ലോണം ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടെ പുളിവെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടോ. ആദ്യം കുറച്ച് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തു, പിന്നെ ബാക്കിയുള്ളതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ കുറച്ചിങ്ങോട്ട് അഴിഞ്ഞ് കിട്ടണം കേട്ടോ, കുറച്ച് ലൂസായിട്ട് കിട്ടണം, എന്നാലും നമുക്ക് ചോറിൽ കുഴച്ച് കഴിക്കാൻ പറ്റുക. ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസും കൂടെ വേണം കേട്ടോ. നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുത്തതാണ്, എന്നാലും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്നും കൂടെ മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിപ്പോൾ ചോറ് കഴിക്കണമെങ്കിൽ ഇപ്പോൾ ഇത് മതി. എനിക്കിപ്പോൾ ചോറ് കഴിക്കാൻ അത് മാത്രം മതി കേട്ടോ, വേറെ ഒന്നും വേണമെന്നില്ല. പക്ഷേ കുട്ടികൾക്ക് ചിലപ്പോൾ പോകില്ല. അപ്പോൾ ഞാൻ അവർക്ക് മസാല ഓംലെറ്റ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ. ഇക്കൂടെ ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നതാണ്. അപ്പോൾ ഫുഡ് കഴിക്കാൻ ഭയങ്കര പൂതിയുണ്ട്. അപ്പോൾ എന്തായാലും കുട്ടികൾക്കുള്ളതും കൂടെ ഉണ്ടാക്കി കൊടുക്കട്ടെ, എന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ചെറിയ സവാള ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തതിന് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടേന്, ഉപ്പിട്ടത് വീഡിയോയിൽ കണ്ടിട്ടില്ല. അപ്പോൾ ഇതിവിടെ കടന്നിട്ട് അങ്ങനെ വഴന്ന് വരട്ടെ. അപ്പോൾ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യാണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് 4 5 ഒക്കെ വേണമെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ 2 വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതൊരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഇനിയും അതുമായിട്ട് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിവിടെ മാറ്റി വെക്കാം കേട്ടോ. അത് കുറച്ച് കഴിഞ്ഞിട്ട് ചേർത്താൽ മതി. ഈ ഓംലെറ്റിൻ്റെ റെസിപ്പി കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തയക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പി കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. പിന്നെ നല്ലോണം എരിവൊക്കെ വേണ്ട ആൾക്കാർക്ക് കുറച്ചധികം മുളക് പൊടിയൊക്കെ ചേർത്താൽ മതി കേട്ടോ. മുളക് പൊടിയോ അല്ലെങ്കിൽ ചിക്കൻ മസാലയൊക്കെ ചേർത്താൽ നല്ല ടേസ്റ്റാണ്. ഇപ്പം നമ്മളെ സവാളയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞിട്ട് അതും ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. തക്കാളിയും കൂടെ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ ചേർത്തിട്ടുണ്ട് ആദ്യം. പിന്നെ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് ചേർക്കുക. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചേർത്തിട്ട് ആ പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കുക. ഇനി കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർക്കണം കേട്ടോ. അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുക, എന്താ പറയുക, മസാല ഓംലെറ്റിൻ്റെ ടേസ്റ്റ് കിട്ടുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ഏകദേശം 1 സ്പൂണൊക്കെ ഉണ്ടാവും ചിക്കൻ മസാല ചേർത്തത്. ചിക്കൻ മസാലയും ചേർത്തിട്ട് അതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി നമ്മൾ സവാളയും തക്കാളിയും ഒക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴന്ന് വരണം. അങ്ങനെയൊക്കെ വഴന്ന് വന്നതിന് ശേഷം നമ്മളിവിടെ ബൗളിൽ മുട്ട പൊട്ടിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇതിൻ്റെ മേലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഇനി മുട്ട അങ്ങനെ ചിക്കി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിങ്ങനെ അടച്ച് വെച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച് പിന്നെ തുറന്ന് നോക്കിയപ്പോൾ മുകൾ വശമൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് തിരിച്ചിടലാണ് കേട്ടോ ടാസ്ക്. കാരണം കുറച്ച് കട്ടിയുള്ളതായതുകൊണ്ടേ ചിലപ്പം എന്താ പറയുക, ഇതേപോലെ നമ്മൾ തിരിച്ചിടുമ്പോൾ പൊട്ടാതെ കിട്ടും, ചിലപ്പോൾ പൊട്ടിയിട്ടും കിട്ടും. അപ്പോൾ പൊട്ടിയാലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും നമ്മളിത് മുറിച്ചിട്ടാണ് കഴിക്കുക. അപ്പം കുറച്ച് നേരം ഞാനൊന്ന് തുറന്ന് വെച്ചിട്ടുണ്ടായിന് കേട്ടോ. എന്നിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുത്തു. ആ വിടിയിച്ച് കൊടുക്കുന്ന സമയത്ത് തന്നെ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ ചട്ടകം ഒന്ന് തട്ടിയിട്ട് ഒരു ഭാഗം ഒന്ന് ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് പൊട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഞാൻ എന്നാലും മാക്സിമം പൊട്ടാതെ തിരിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയൊക്കെ ചെയ്തു. പക്ഷെ പൊട്ടിപ്പോയിട്ടോ. അത് കുഴപ്പമൊന്നുമില്ല, നമ്മൾ എന്തായാലും ഇത് പീസാക്കിയിട്ടാണല്ലോ കഴിക്കുക. ഇപ്പം നമ്മളിത് തിരിച്ചിട്ടിട്ടില്ലെങ്കിൽ ചിലപ്പോൾ കരിയും ചെയ്യും കേട്ടോ. കണ്ടോ, നടുഭാഗം കുറച്ച് കളർ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല, നമുക്ക് പിന്നെ പെട്ടെന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പീസാണ് കേട്ടോ രണ്ടും. നമ്മളിതേപോലെ ഇപ്പം ഞാനിപ്പോൾ പുറത്ത് പോയി വന്നാണ്ട് വേഗം വന്ന് ഉണ്ടാക്കിയതാട്ടോ. ചോറ് കഴിക്കാനായിട്ടുണ്ട് സമയം, കുട്ടികളൊക്കെ ഉണ്ടല്ലോ വീട്ടിൽ, ഇന്ന് സ്കൂളില്ലാത്തതും കൂടിയല്ലേ. അപ്പം അധികം പണിയൊന്നുമില്ല അങ്ങനത്തെ റെസിപ്പീസൊക്കെ ഉണ്ടാക്കാൻ. നല്ല ടേസ്റ്റിൽ നമുക്ക് ചോറ് കഴിക്കും ചെയ്യാം. എപ്പോഴും ചിലപ്പോൾ മീനും ചിക്കനും ബീഫൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ. അങ്ങനത്തെ സമയത്തൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ഓംലെറ്റിൻ്റെ റെസിപ്പി നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തയക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയും കൂടിയാണ്. മുളക് ചമ്മന്തി പിന്നെ ചെറിയ കുട്ടികൾക്കൊന്നും ചിലപ്പോൾ പറ്റിക്കൊള്ളണമെന്നില്ല, വലിയ മക്കൾക്കൊക്കെ പറ്റും, ചെറിയ കുട്ടികൾക്ക് ചിലപ്പോൾ എരിവ് കൂടും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഞാനിവിടെ ഒരു പ്ലേറ്റിക്ക് ചോറൊക്കെ വിളമ്പിയിട്ടുണ്ട്. ചോറ് വിളമ്പിയിട്ടതാ
ഒരു സൈഡിക്ക് കുറച്ച് ചമ്മന്തി ഇട്ടിക്കണ്, ചോറിൻ്റെ നടുക്ക് കുറച്ച് ചമ്മന്തി ഇട്ടിക്കണം കേട്ടോ. അത് നല്ലോണം കൂട്ടി കുഴച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഇട്ടതാണ്. അപ്പോൾ എനിക്ക് എന്തായാലും ചമ്മന്തി ഇഷ്ടപ്പെട്ട്, അതേപോലെ തന്നെ ഓംലെറ്റും ഇഷ്ടപ്പെട്ട്. ഞാൻ ഇടയ്ക്ക് വീഡിയോയിൽ കാണിക്കലൊക്കെ ഉണ്ട് ഈ ഒരു ഓംലെറ്റ് ഉണ്ടാക്കണതൊക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ ചോറ് കഴിക്കട്ടെ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിന് ചോറ് കഴിക്കാൻ, ഈ ഒരു ചമ്മന്തിയും ഓംലെറ്റും ഒക്കെ കൂട്ടിയിട്ട് കുഴച്ചിട്ട് കഴിക്കാൻ. അപ്പോൾ എന്തായാലും റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ഒന്നും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം.